കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. കുടുംബത്തില് എല്ലാവർക്കും സുപരിചിതം. പുതിയ ആളുകൾക്ക് പരിചയം ഉണ്ടായിരിക്കില്ല എങ്കിൽ പോലും ഈ ഭാഗവത കുടുംബത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചില ചില തൂണുകൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബം ഇന്നും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള മധു ആണ് ഇന്നത്തെ നമുക്ക് 5-ാമത്തെ അധ്യായം പ്രഭാഷണം ചെയ്തത്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി മധുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സവിനയം ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സംജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദ്ഗുരുഭ്യോ നമഃ. ശ്രീ മഹാഗണപതേ ശരണം. കുമാരനല്ലൂരമ്മേ ശരണം. ശ്രീകൃഷ്ണായ നമഃ. എല്ലാ ആചാര്യന്മാരുടെയും പ്രത്യേകിച്ച് തിരുമേനിയുടെയും മുള്ളിയൂർ തിരുമേനിയുടെയും ഒക്കെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ചില വാക്കുകൾ പറയട്ടെ. മഹാത്മ്യത്തില് 5-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത് ആത്മദേവൻ, 4-ാം അധ്യായത്തില് ആത്മദേവന് മോക്ഷം കിട്ടിയ കഥയൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കേട്ടു. അദ്ദേഹം പത്നിയായ ധുന്ധുലിയുടെ ധുന്ധുലിയുടെ ആ രീതികളൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് കാട്ടിൽ പോയി തപസ് ചെയ്ത് ഭഗവാനിലെത്തി. എന്നാൽ ധുന്ധുകാരി, അവരുടെ പുത്രനായിട്ടുള്ള ധുന്ധുകാരി ആകട്ടെ വളരെ ക്രൂരനായിട്ട് വളർന്നു വന്നു. അവസാനം സ്വന്തം അമ്മയെ ഈ ക്രൂരതകൾ ചോദ്യം ചെയ്ത സ്വന്തം അമ്മയെ കൂടെ വധിച്ച് ഈ ധുന്ധുകാരി 5 സ്ത്രീകളെയൊക്കെ, 5 വേശ്യാ സ്ത്രീകളെ ഗൃഹത്തിലോട്ട് കൊണ്ടുവന്ന് അവരുമായി സുഖമായി താമസിക്കാൻ തുടങ്ങി. അവരുമായി വളരെ ഇതായിട്ട് താമസിക്കാൻ തുടങ്ങി. അച്ഛൻ പോയ പുറകെ അനിയനായ ഗോകർണൻ ആ പഴത്തിന്റെ അംശത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് വളരെ ശുദ്ധനും ഒക്കെ ആയിട്ട് വളർന്നു വന്ന ഗോകർണൻ അദ്ദേഹവും തീർത്ഥാടനത്തിനായിട്ട് പോയി. അപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല. തന്നിഷ്ടം അനുസരിച്ച് വളരെ തോന്നിയവാസമായിട്ട് തന്നെ ഈ ധുന്ധുകാരി ജീവിക്കാൻ തുടങ്ങി. അച്ഛൻ സമ്പാദിച്ചു വെച്ച ധനം എടുത്ത് വളരെ മദ്യപാനവും ഒക്കെയായി ജീവിച്ച് അതൊക്കെ തീരാൻ തുടങ്ങിയപ്പോൾ പിന്നീട് മോഷണത്തിലേക്ക് കടക്കാൻ തുടങ്ങി. അടുത്ത അടുത്ത വീടുകളിൽ നിന്നും മറ്റ് ധനികരായിട്ടുള്ള ഗൃഹങ്ങളിലും ഒക്കെ പോയി മോഷ്ടിക്കുക, കൊള്ള ചെയ്യുക, ഇതൊക്കെ തുടങ്ങി ഈ 5 സ്ത്രീകളെ ഗംഭീരമായിട്ട് അവരുമായിട്ട് ആഘോഷിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സ്ത്രീകൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ സ്ഥിരമായിട്ട് കൊള്ളയടിയും ആ മുതല് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവറിയും, നാട്ടുകാരറിയും. അവസാനം ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി ഈ ധുന്ധുകാരിയെ രാജാവ് വന്ന്
പിടിച്ചോണ്ട് പോകാനൊക്കെ തുടങ്ങും. അത് ഉപയോഗിച്ചത് നമ്മളായതുകൊണ്ട് നമുക്കും അത് ദോഷം ചെയ്യുന്നു മനസ്സിലാക്കിയ ഈ സ്ത്രീകള് ഇയാളെ വധിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ധാരാളം പണമൊക്കെ കിട്ടിയ ഒരു ദിവസം കയറിട്ട് കെട്ടി വായില് തീ വെക്കുകയൊക്കെ ചെയ്ത് വളരെ ക്രൂരമായി ഈ ധുന്ധുലിയെ വധിച്ചു. അതിനുശേഷം ഒരു പൊട്ടക്കണത്തിൽ ഇട്ടിട്ട് ഇവര് 5 പേരും, ഈ സ്ത്രീകൾ 5 പേരും അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ധുന്ധുകാരി പ്രേതമായി നടക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ഗോകർണൻ, തീർത്ഥയാത്രക്കിടയിൽ ഇതറിഞ്ഞ ഗോകർണൻ ഗയാശ്രാദ്ധമൂട്ടി ഈ പ്രേതത്തിന് മോക്ഷം കൊടുക്കാനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഇദ്ദേഹം തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്വന്തം ഗൃഹത്തിലെത്തി. ഇപ്പോൾ രാത്രിയായപ്പോ ഏതോ ഒരു രൂപം, ആ രൂപം ഇടയ്ക്ക് ആടായിട്ടും ആനയായിട്ടും രൂപമില്ലാതെയും മനുഷ്യനായിട്ടും ഒക്കെ മാറി മാറി വരുന്ന ഒരു രൂപം വന്ന് കരയാനോ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ ഗോകർണൻ ചോദിച്ചു, ആരാണെന്ന് മനസ്സിലായില്ല, അങ്ങ് ആരാണ്, എന്തിനാണ്? ധൈര്യസമേതം ചോദിച്ചു. പ്രേതമാണെന്ന് മനസ്സിലായി, എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ, ഞാൻ നിന്റെ സഹോദരനായിട്ടുള്ള, നിന്റെ ചേട്ടനായിട്ടുള്ള, എനിക്ക് അപമൃത്യു വന്നതുകൊണ്ട് പ്രേതമായതാണ്. അപ്പോൾ ഗോകർണൻ പറഞ്ഞു, ഞാൻ ഗയാശ്രാദ്ധം കൂട്ടിയതാണല്ലോ. 100 ഗയാശ്രാദ്ധം നടത്തിയാലും എനിക്ക് മോക്ഷം കിട്ടുകയില്ല അനിയ. അത്രയധികം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടാനായിട്ട് എന്താണ് ഒരു വഴി എന്ന് അങ്ങ് പറഞ്ഞു തരണം. ആദ്യം ഇയാൾക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു പ്രേതത്തിന്. പക്ഷെ ഗോകർണൻ കമണ്ടലുവിലെ ജലം തളിച്ചു കഴിഞ്ഞപ്പോഴാണ് സംസാരശേഷി കിട്ടിയത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഗോകർണൻ പറഞ്ഞു, തൽക്കാലം വെയിറ്റ് ചെയ്യുക, ഞാൻ രാവിലെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ ചെയ്യാം, തൽക്കാലം അടങ്ങാൻ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ട്, ആ പ്രേതത്തെ ആശ്വസിപ്പിച്ചിട്ട് ഗോകർണൻ രാത്രി മുഴുവൻ ആലോചിച്ചു. രാവിലെ ഗോകർണൻ വളരെ ശുദ്ധനായിട്ടുള്ള, വളരെ സാത്വികനായിട്ടുള്ള ആളായതുകൊണ്ട് ഗോകർണൻ വന്നതറിഞ്ഞ് നാട്ടുകാർ, അയൽപക്കക്കാരൊക്കെ അവിടെ വന്നു, അദ്ദേഹത്തെ കാണാനും ഒക്കെ ആയിട്ട് വന്നു. ആ സമയത്ത് വന്ന ആൾക്കാരോട് ഇയാൾക്ക് മോക്ഷം കിട്ടാനായിട്ട് എന്താ ഒരു വഴിയെന്ന് ചോദിച്ച് ആർക്കും ഗയാശ്രാദ്ധം കൂട്ടിയിട്ട് മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എന്താ വഴി, ആർക്കും അതിനെപ്പറ്റി ഒരു ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം സൂര്യഭഗവാന്റെ വഴി തടഞ്ഞു നിർത്തി എന്നാണ് പറയുന്നത്. സൂര്യഭഗവാനോട് ചോദിച്ചു മോക്ഷം കിട്ടാൻ എന്താ വഴിയെന്ന്. അപ്പോൾ അതിനുള്ള വഴിയായിട്ട് ഭാഗവത സപ്താഹം നടത്താനായിട്ട് ഉപദേശിച്ചു. തുടർന്ന് ഒരു ബ്രാഹ്മണനെയും മറ്റ് അടുത്തുള്ള ആൾക്കാരെയും ഒക്കെ വിളിച്ചു കൂട്ടി ഗംഭീരമായിട്ട് വേണ്ട രീതിയിൽ, വളരെ വിശദമായിട്ട് തന്നെ, നല്ല രീതിയിൽ തന്നെ സപ്താഹം നടത്തുമ്പോൾ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം വേണം. ആ സൗകര്യങ്ങളൊക്കെ ചെയ്ത്, നല്ല പന്തലൊക്കെ ഇട്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് ഒരു ഭാഗവത സപ്താഹം നടത്തി. അപ്പോൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ്? ധുന്ധുകാരിക്ക് മോക്ഷം കിട്ടാനായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് വായു രൂപത്തിലുള്ള ധുന്ധുകാരി അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു മുളയുടെ ഏറ്റവും താഴത്തെ മുളയ്ക്ക് പല തട്ടുകളുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും താഴത്തെ ആ മുട്ടിൻ്റെ അടിയിൽ വായു രൂപത്തിലായതുകൊണ്ട് അവിടെ ഇരുന്ന് അദ്ദേഹവും ഈ സപ്താഹം കേട്ടു. ഓരോ ദിവസത്തെയും പാരായണം കഴിയുന്നതനുസരിച്ച് സന്ധ്യയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് സമർപ്പണ സമയത്ത് അമിട്ട് പൊട്ടുന്ന പോലെ എന്നൊക്കെ നമുക്ക് പറയാം, ഒരു ഒച്ച കേട്ടു. ഓരോ മുട്ടായിട്ട് പൊട്ടി പൊട്ടി വന്ന് അവസാനം 7ാമത്തെ ദിവസം സപ്താഹം കഴിഞ്ഞപ്പോൾ ആ 7 മുട്ടുള്ള മുളയുടെ ഏറ്റവും മുകളിലത്തെ ആ മുട്ടും കൂടെ പൊട്ടി പൊട്ടി അതിൽ നിന്ന് ദിവ്യരൂപത്തോടു കൂടി ഈ ധുന്ധുകാരി അതിൽ നിന്ന് വന്നു. ആ സമയത്ത് തന്നെ
ദിവ്യ വിമാനത്തിലെ വിഷ്ണു പാർഷദന്മാര് വന്ന് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നു. അപ്പോൾ സപ്താഹം ശ്രവണം ചെയ്തത് ധുന്ധുകാരി മാത്രം അല്ല, വളരെ അധികം ആൾക്കാര്, അടുത്തുള്ളവരൊക്കെ അതിന് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ധുന്ധുകാരിക്ക് മാത്രമേ മോക്ഷം കിട്ടിയുള്ളൂ. അതെന്താ, അതിന്റെ കാരണം എന്താണെന്ന് ഈ ഗോകർണൻ ഈ വിഷ്ണു പാർഷദന്മാരോട് ചോദിച്ചു, അതെന്താ ഒരാൾക്ക് മാത്രമേ മോക്ഷം കിട്ടിയുള്ളല്ലോ എന്ന് ചോദിച്ചപ്പോ, വേണ്ട വിധത്തില് സപ്താഹം ശ്രവിച്ചത് അദ്ദേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ മോക്ഷം കിട്ടിയിട്ടുള്ളൂ. ഇനി മറ്റുള്ളവർക്കൂടെ മോക്ഷം കിട്ടാനായിട്ട് ഒരു സപ്താഹം കൂടെ നടത്തി നല്ല അവരും കൂടെ ശ്രദ്ധാപൂർവം അതിൽ ശ്രദ്ധിച്ച് ഇരിക്കുകയാണെങ്കിൽ അവർക്കും കൂടി മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹമായിട്ട് പോയി. തുടർന്ന് വീണ്ടും സപ്താഹം നടത്തി അവിടെ കൂടിയ എല്ലാവർക്കും മോക്ഷം കിട്ടിയെന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇതിൽ ആദ്യ ഭാഗം പറയുന്ന ഒരു കാര്യം 5 സ്ത്രീകളുമായിട്ട് രമിച്ചു എന്നാണ്. ഈ 5 സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. അത് ആ കഥ അതിൽ നിന്ന് മാറി കുറച്ച് താത്വികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് രമിച്ച് അതിൽ അടിമപ്പെട്ടു പോയി സ്വത്വത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്വം എന്താണെന്നുള്ളത് മറന്നുപോയി ജീവിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ആ പ്രഭാവം കൊണ്ട് നമ്മൾ ഈശ്വരനെ മറന്നുപോയി നമ്മൾ മോക്ഷം കിട്ടാതെ അലയുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഭഗവത് ഭക്തിയോടുകൂടി തന്നെ ജീവിക്കുക. അതുപോലെ പിന്നീട് ഒരു കാര്യം കൂടെ ഉള്ളത്, മോക്ഷം എല്ലാവർക്കും ഒരു സപ്താഹ ശ്രവണം കൊണ്ട് ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ധുന്ധുകാരിക്ക് മോക്ഷം കിട്ടി, പക്ഷേ എല്ലാവർക്കും കിട്ടിയില്ല. നമ്മളെല്ലാവരും സപ്താഹമൊക്കെ ധാരാളം കേൾക്കുന്നവരാ അല്ലേ? പക്ഷേ മോക്ഷം കിട്ടണമെന്നോ ഭഗവാനെ പ്രാപിക്കണമെന്നോ തീവ്രമായ ആഗ്രഹത്തോടു കൂടി എത്ര പേര് നമ്മളിൽ ശ്രദ്ധിക്കുന്നുണ്ട്? പലപ്പോഴും പറയും, സംഗ്രഹ അധ്യായം കേട്ടാൽ എല്ലാമായി, ബാക്കി ഒന്നും വേണ്ട, ഇവനെ എളുപ്പമുണ്ട്, ഈ 7 ദിവസം സപ്താഹത്തിനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, സംഗ്രഹം മാത്രം കേട്ടാൽ പോരെ എന്ന് തോന്നുന്നു എന്ന് ഉണ്ട്. അങ്ങനെയല്ല, 7 ദിവസം കേൾക്കാൻ എത്രമാത്രം ശ്രദ്ധ വേണോ അതിൽ കൂടുതൽ ആ ശ്രദ്ധ മുഴുവൻ ഒരുമിച്ച് വന്ന്, എനിക്ക് കേൾക്കാൻ സാധിച്ചില്ലല്ലോ ഭഗവാനെ, എൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തോടു കൂടി അത്ര അധികം സങ്കടപ്പെട്ട് സംഗ്രഹാധ്യായം കേട്ടാലേ, അതല്ലാതെ ബാക്കി എല്ലാ സമയത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ഭഗവാനെ പ്രാപിക്കാനായിട്ട് ഈ അരമണിക്കൂർ അത് കേട്ടാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ കേട്ടാൽ നല്ല പ്രയോജനം കിട്ടുക. ആദ്യം മുതൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ മാഹാത്മ്യം തലേദിവസം മാഹാത്മ്യം വെച്ചിരിക്കുന്നതും മാഹാത്മ്യ പാരായണം വെച്ചിരിക്കുന്നതും നാളെ മുതൽ, നമ്മളിപ്പോൾ നവാഹമായിട്ടാണ് നടത്തുന്നത്, നാളെ മുതൽ ഭാഗവതം എങ്ങനെയാണോ കേൾക്കേണ്ടത് അത് ശ്രവണവിധിയൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണോ കേൾക്കേണ്ടത് അതേ രീതിയിൽ ശുദ്ധമായി വ്രതത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും ഇത് സപ്താഹം ശ്രവിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും ഉയർച്ചയുണ്ടാവും. തുല്യം ചൊല്ലിക്കൊടുക്കുന്നതു ഗുരുജളനും പ്രാജ്ഞനും വിദ്യയെ താൻ ഇല്ലാതാക്കില്ലവെന്നും ഗ്രഹണപ്പെടുതയെ താൻ കൊടുക്കാറുമില്ല. ഗുരു എല്ലാവർക്കും ചൊല്ലിക്കൊടുക്കുന്നത് ഒരുപോലെ ആയിരിക്കും. സപ്താഹത്തില് ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടെ ഭക്തിയോടെ ഓൺലൈനായിട്ട് നടത്തുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഗോപികമാര് അച്യുതാനന്ദ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജോലികളിലൊക്കെ മുഴുകുന്ന പോലെ നമ്മൾ സപ്താഹം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട്
അത് മുഴുവൻ കേട്ടുകൊണ്ട് ബാക്കി നമ്മുടെ ജോലികളും ചെയ്തുകൊണ്ട്, പക്ഷെ ശ്രദ്ധയും ഭക്തിയും സപ്താഹത്തിലായിരിക്കണം. ആ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ സപ്താഹം, ഈ നവാഹം മുഴുവൻ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ സപ്താഹം ഈ നവാഹം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു പടി കൂടി ഉയർന്ന് ഭഗവാനോട് ഒരടിയെങ്കിലും കൂടുതൽ അടുക്കാൻ സാധിച്ചാൽ, ഭഗവാനോട് ഒരടി അങ്ങോട്ട് പോയാൽ ഭഗവാൻ 10 അടി ഇങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരടി പുറകോട്ട് പോയാൽ 100 അടി അദ്ദേഹം പുറകോട്ട് പോകും. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതെ അല്പമെങ്കിലും ഭഗവാനോട് അടുക്കാൻ സാധിച്ചാൽ അത്രയും നന്ന്. എത്രയും ശ്രദ്ധയോടെ ഭക്തിയോടെ എല്ലാവർക്കും ഈ സപ്താഹ ശ്രവണത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണേ, തിരുമേനിയുടെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഭക്തജനങ്ങളുടെയും ഭഗവാന്റെയും ആചാര്യന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആയിട്ട് 5ാമത്തെ ന്യായം മധു നമുക്ക് തന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ 100 വേണ്ട, 10 എടുക്കാം അല്ലെ? ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇനി ഒരു അധ്യായം കൂടി പാരായണം ചെയ്തിട്ട് അതിന്റെ പ്രഭാഷണവും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സമർപ്പണത്തിലേക്ക് കിടക്കാം. അടുത്ത അധ്യായം പാരായണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധാമണി അമ്മ, തിരുവനന്തപുരമാണ് അടുത്ത പാരായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഷഷ്ടോധ്യായഃ. കുമാര ഊജു. അഥ ദേ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം. സഹായേർവസുഭിശ്ചൈവ പ്രായസാധ്യോ വിധിസ്മൃത. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നത. വിവാഹേ യാദൃശം വിത്തം താദൃശം പരികൽപ്പയേത്. നഭസ്യ ആശ്നോദ്യൗ ച മാർഗശീർഷ ശുചിർനഭ. ഏതേ മാസാ കഥാരംഭേ ശ്രോതॄണാം മോക്ഷസൂചകാഃ. മാസാനാം വിഗ്രഹേ താനി ത്യാജ്യാനി സർവദാ. സഹായാച്ഛേദരേ തത്ര കർത്തവ്യാസോദ്യമാച്ഛയേ. ദേശേ ദേശേ തഥാ സേയം വാർത്താ പ്രേഷ്യ പ്രയത്നതാ. ഭവിഷ്യതി കഥാഛാത്ര ആഗന്തവ്യം കുടുംബിഭിः. ദൂരെ ഹരിയതാ കേചിത് ദൂരെ ചാച്യുത കീർത്തനാഃ. സ്ത്രീയ ശൂദ്രാദയോ യേ ച തേഷാം ബോധോ യതോ ഭവേ. ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവാ കീർത്തനോത്സുകാ. തേഷേവ പത്രം പ്രേക്ഷ്യൻ ച തല്ലേഖനമിതീരിതം. സദാം സമാജോ ഭവിതാ സപ്തരാത്രം സുദുർലഭ. അപൂർവരസരൂപൈവ കഥാഛാത്ര ഭവിഷ്യതി. ശ്രീഭാഗവത പീയൂഷപാനായ രസലംബടാഃ. ഭവന്തശ്ച തഥാ ശീഘ്രമായാത പ്രേമതത്പരാ. നാവകാശ കഥാചിത് ചേദ്ദിനമാത്രം തഥാ വിദു. സർവദാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭ. ഏവം ആകാരണം തേഷാം കർത്തവ്യം വിനയേന ച. ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. തീർത്ഥേ വാവി വനേ വാവി ഗൃഹേ വാ ശ്രവണം മതം. വിശാലാവസുധാ യത്ര കർത്തവ്യം തത് കഥാസ്ഥലം. ശോധനം മാർജനം ഭൂമേർലേപനം ധാതുമണ്ഡനം. ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണേ നിവേശയേത്. അർവാക് പഞ്ചാഹതോ യത്നാത് ആസ്തീർണാനി പ്രമേളയേത്. കർത്തവ്യോ മണ്ഡപ പ്രോച്ചേ കദളീഖണ്ഡമണ്ഡിത. ഫലപുഷ്പദളൈ വിധാനേന വിരാജിത. ചതുർദിക്ഷു ധ്വജാരോപോ ബഹു സമ്പദ് വിരാജിത. ഊർധ്വം സപ്തൈവ ലോകാച്ച കൽപ്പനീയ സവിസ്തരം. തേഷു വിപ്രാ വിരക്താച്ച സ്ഥാപനീയ പ്രബോധ്യജ. പൂർവം തേഷാം ആസനാനി കർത്തവ്യാനി യഥോത്തരം. വക്തുച്ഛാവിദദാ ദിവ്യം ആസനം പരികൽപ്പയേത്.
उदङ्मुखो भवेद्वक्ता श्रोता वै प्राङ्मुखस्तदा प्राङ्मुखच्छेद्भवेद्वक्ता श्रोता चोदङ्मुखस्तदा अथवा पूर्वदिज्ञेया पूज्यपूजकमध्यदा श्रोतॄणाम् आगमे प्रोक्ता देशकालादिकोविदे विरक्तो वैष्णवो विप्रो वेदशास्त्रविशुद्धिकृत् दृष्टान्तकुशलो धीरो वक्ता कार्योऽधिनिःस्पृहः अनेकधर्मविभ्रान्ता स्त्रैणापाखण्डवादिना शुकशास्त्रकथो